ഓം സദാ ബാലരൂപാഭിവിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശ അഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മം 6 ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യ പദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മക്കളുടെ പേരുകൾ കമൻസ് തന്ന മക്കളുടെ പേരും കമൻസ് തരാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളും ഭഗവാന്റെ സന്തതികളാണ്, ഭക്തമക്കൾ പ്രത്യേകിച്ചും. അപ്പോൾ ഭക്തമക്കൾ എന്താ ഞാൻ പറയാൻ കാരണം, ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഒരു ഭക്തനിൽ ഞാനും, അതായത് ഭഗവാൻ കൃഷ്ണനാ പറയുന്നത് ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടികളാണെങ്കിലും ഭഗവാൻ പ്രത്യേകിച്ച് നോക്കുന്നത് ഭക്തനെയാണ്. അത് കഴിഞ്ഞേ ഭഗവാൻ ആരും ഉള്ളു. അതുകൊണ്ട് ഭാഗവതം വായിക്കുന്ന മക്കൾ ഭക്തന്മാരാണല്ലോ, ഭക്തയും ഭക്തന്മാരും. അപ്പം അത് ഭഗവാൻ അത്രത്തോളം എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാ ഭക്തന്മാരുടെ ഉള്ളിലും ഈശ്വരൻ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജയ അനിൽ, ജഗദമ്മ, കൃഷ്ണലത, നിർമ്മല രമേഷ്, വിജി ബിജു, രുക്മിണി മോഹൻ, പ്രസന്ന, പ്രീജ ഉദ്രഷ്, നിർമ്മല പവിത്രൻ, ശ്രീകല, ഗീതാ നായർ, നിർമ്മല രമേഷ്, സുലോചന അഖിൽ, പ്രമിള സുനിൽ. അപ്പം ഈ മക്കളെല്ലാം എനിക്ക് എടുത്തൊരു കാര്യം പറയാനുള്ള ഒരു പുതിയ മകളിനകത്ത് കൃഷ്ണലത. അത് നമുക്ക് ഈ ലോകത്തുള്ള സർവ്വതും ഈശ്വരൻ്റെ സന്തതികളാണ്. നമ്മളെല്ലാവരും ഏകമായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയുടെ മക്കളാണ്. എന്നാൽ ഇവിടെ പ്രകൃതി, ഇവിടെ പ്രപഞ്ചത്തെ നമുക്ക് ശരീരം തരുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അതാണ് രക്തബന്ധമെന്നും പിന്നെ പൊക്കിൾക്കുടി ബന്ധം എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് എല്ലാ മക്കളും ഏകമായ ഈശ്വരൻ്റെ മക്കളാണ്. എന്നാൽ ഈ രക്തബന്ധം എന്ന് പറയുന്നത്, ഇപ്പോൾ കൃഷ്ണലത എന്ന് പറയുന്ന മകള് എനിക്ക് എൻ്റെ അമ്മാവൻ്റെ മകളാണ്. എൻ്റെ അതായത് നാത്തൂനായിട്ട് വരും. ഞാൻ അപ്പച്ചിയുടെ മകളും, അവൾ എൻ്റെ അമ്മാവൻ്റെ മകളും. അത് ഇതുവരെ അവളിത് കണ്ടിട്ടില്ല, ഇപ്പോഴത് കണ്ടത്. അപ്പോൾ എനിക്കൊരു കമൻസ് ഇന്നത്തെ ഇത് വായിച്ചിട്ട് തന്നതാ. എനിക്ക് ചേച്ചി തന്നെ വിളിക്കുക, അമ്മയെന്നൊന്നും അല്ല വിളിക്കുക. അങ്ങനെ ഇരുന്നോട്ടെ, അതങ്ങനെ ആണല്ലോ, ശീലിച്ചത് അങ്ങനെ ആണല്ലോ. എന്നാലും ഞാൻ അവളെ ഇപ്പം മക്കളെ തന്നെ വിളിക്കുക. അതുകൊണ്ട് എല്ലാ മക്കളും എനിക്ക് എന്താ മമത പാടില്ലല്ലോ, സർവ്വതും ഏകമായി കാണണം. ഒരു യഥാർത്ഥ ഭഗവാന്റെ ഭക്ത എന്ന് പറയുന്നത് എല്ലാവരെയും സമത്വമാണ്. ഇവിടെ കൃഷ്ണലത എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം, മക്കൾ എല്ലാവരും അറിയണമല്ലോ എന്ന് കരുതി പറയാം. എനിക്ക് എല്ലാവരോടും സമഭാവനയാണ് മക്കളെ. ഇവിടെ കൃഷ്ണലതയായാലും ഞാൻ പ്രസവിച്ച മക്കളായാലും എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അവിടെ എൻ്റേതെന്നുള്ള മമത എനിക്കില്ല. അതൊക്കെ എന്നേ പോയി കഴിഞ്ഞു. എല്ലാവർക്കും എനിക്ക് അത്രത്തോളം, എല്ലാവരോടും എനിക്ക് അത്രത്തോളം സ്നേഹവും. ഭഗവാനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മളെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം. ഒരു ഭക്ത മക്കൾ അങ്ങനെ ചെയ്യണം. അത് ഭഗവാൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ നമുക്ക് ആർക്കും മമത പാടില്ല. നമുക്ക് അല്പം നാമം ചൊല്ലിട്ട് നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലിയിട്ട് ഭാഗവതം കുറച്ച് വായിക്കാം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം.
സദാബോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം കൃതാംനായഗാനം ഖഗാധീശയാനം വിമുക്തിർനിദാനം ഹതാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃതാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം സുരാളീബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദാ യുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം ഭജേഹം രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഖൈരതീതം ഭജേഹം ഭജേഹം ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം സുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം നമുക്കിന്ന് സെമന്തക അറിയാമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെമന്തകത്തെ പറ്റി വായിക്കാറുണ്ട്. സത്രാജ്യത്തിന് സൂര്യഭഗവാൻ കൊടുത്ത ഒരു സെമന്തകമണി. അത് ഭഗവാൻ അയാളോട് ചോദിച്ചു എന്ന് പറയാൻ കാരണം യദുകുലത്തിലെ രാജാവിൻ്റെ ഇത് കിട്ടാമെങ്കിൽ സർവ്വ ഐശ്വര്യം കിട്ടും, അതിന് വേണ്ടുന്ന ധനങ്ങളെല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടൊന്നും ഇദ്ദേഹം കൊടുത്തില്ല. അതാണെന്ന് ഭഗവാൻ ഒന്ന് ചോദിച്ചു എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കഴുത്തെ കെട്ടി ഇട്ട് കൊടുത്തു. അദ്ദേഹം അതുകൊണ്ട് വനത്തിൽ പോയി നായാട്ടിന്. പക്ഷേ അന്നേരം അതിനെ സിംഹം കൊണ്ടുപോയി. സിംഹത്തിൽ നിന്ന് ജാമ്പവാൻ കൊണ്ടുപോയി. അവസാനം ഈ മണി ജാമ്പവാൻ്റെ മകൻ കൊച്ച് ഗുഹയ്ക്കകത്തിരുന്ന് കളിക്കാൻ കൊടുത്തു. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെപ്പറ്റി എടുത്തിട്ട് പറയാം. അത് യഥാർത്ഥം അതിലെന്താ എന്ന് അറിയാൻ വേണ്ടി പരീക്ഷിത്ത് മഹാരാജാവ് ഇത് എന്താ കാര്യകാരണങ്ങൾ, എങ്ങനെയാണ് സത്രാജ്യത്തിന് ഈ മണി കിട്ടാൻ കാരണം, അത് എന്താ ഭഗവാനായിട്ടുള്ള ബന്ധം, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അതിനെ വിവരിച്ച് തരണമെന്ന് പറഞ്ഞതനുസരിച്ച് ഈ സെമന്തക മണിയെപ്പറ്റി മഹാമുനി ശ്രീശുഖ മഹാമുനി ഈ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിവരണം നമുക്ക് മനസ്സിലാവും. മറ്റേ ഇടയ്ക്കിടയ്ക്ക് അങ്ങും ഇങ്ങും ഇല്ലാത്ത കണക്കൊന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടത് പ്രത്യേകിച്ച് പരീക്ഷത്തിന് ചോദിച്ച് അതിന് ഉത്തരം കൊടുക്കുന്നു. നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും ചിലർ ചിന്തിക്കുകയും ഈ സത്രാജ്യത്തിന് എങ്ങനെ ഈ മണി സൂര്യൻ്റെ നിന്ന് കിട്ടാനുള്ള കാരണങ്ങളൊക്കെ അത് അയാൾക്ക് കിട്ടിയ മണി അനുജന് കൊടുക്കാൻ കാരണമല്ല. കാരണം ഇദ്ദേഹമാണ് തപസ് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ അത് അനാവശ്യമായിട്ട് അനുജന് കെട്ടിക്കൊടുത്തു. അത്രത്തോളം മണിക്ക് പ്രഭയുണ്ട്, സൂര്യപ്രകാശം പോലെ കണ്ണഞ്ചിക്കുന്ന പ്രകാശമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തുകൂടാത്ത കാര്യം. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചിട്ട് എന്താ കൊടുക്കാഞ്ഞത്? കൊടുക്കത്തില്ല. അയാൾക്ക് കിട്ടിയത് അയാൾക്ക് വേണം. ഭഗവാന് വേണ്ടിയിട്ടല്ല ഭഗവാൻ ചോദിക്കുന്നത്. ഒരു രാജാവിൻ്റെ കയ്യിൽ തരുന്ന ഈ പ്രജകളെല്ലാം രക്ഷപ്പെടും. ഇഷ്ടംപോലെ കാര്യം എല്ലാം ഈ മണി ഇരിക്കുന്നത് ദുഃഖം ഉണ്ടാവത്തില്ല. അപ്പോൾ പ്രജകളെല്ലാം നന്നായി രക്ഷിക്കാൻ പറ്റും ഒരു രാജാവിൻ്റെ കയ്യിലാണെങ്കിൽ. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. അയാൾ കൊടുത്തതും ഇല്ല. അവസാനം ആ മണി കാരണം സ്വന്തം അനുജനും മരിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കത് വായിക്കാം. സെമന്തകം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സെമന്തകം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് ലോകത്തുള്ള നാരീജനങ്ങളെല്ലാവരും ഐകമത്യേന രമിച്ചിടുന്നത് എന്താ ആശ്ചര്യം. നമ്മളെന്താ അത് വായിച്ചു നിർത്തിയത്? കാമദേവൻ്റെ
തിരിച്ചുവരവ്. അപ്പോൾ എല്ലാവർക്കും ഐകമത്യം, ഒരു പ്രത്യേക ഒരു ആഗ്രഹങ്ങൾ, അതാണ് എല്ലാ ഭർത്താവും ഭാര്യയായാലും കാമദേവനാണ് എല്ലാവർക്കും ആഗ്രഹത്തെ, കാമം കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. അതാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്ക് സെമന്തകത്തെ പറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് ഈ സെമന്തകത്തെ പറ്റി അന്വേഷിച്ച് എന്താ ഇതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു തരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീശുക മഹാമുനി പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കടോ. ആരോട് പറയുന്നു? പരീക്ഷത്തെ. കേൾക്കടോ, സത്രാജിതനായ യാദവ മൂഢൻ ഓർക്കാതെ മുകുന്ദങ്കൽ അപവാദങ്ങൾ ചൊന്നാൻ. അത് മനസ്സിലായി കാണുമല്ലോ. കേൾക്കടോ പരീക്ഷത്തെ, മഹാമുനി പറയുന്നത് സത്രാജിതനായ യാദവ മൂഢൻ. എന്താ ഈ മൂഢൻ എന്ന് പറയാൻ കാരണം? ഭഗവാനെ അയാൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അപവാദം പറഞ്ഞ് ഭഗവാനാണ് മണി മോഷ്ടിച്ചതെന്ന് അയാൾ അനുജൻ്റെ കഴുത്തെ കെട്ടിക്കൊടുത്തിട്ട് നായാട്ടിന് വിട്ടപ്പോൾ ഈ മണി സിംഹം കണ്ടു, തിളക്കം കണ്ട് തിന്നാൻ തീറ്റുമല്ലോ ആണെന്ന് കരുതി ആ അനുജനെ കൊന്നിട്ട് ഈ സിംഹം തട്ടിയെടുത്തു. സിംഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടുകൊണ്ട് ജാമ്പവൻ എന്ത് ചെയ്ത് സിംഹത്തിനെ, അതാണ് വായിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവൻ മൂഢനായോണ്ടല്ലേ ഈ സത്രാജിത്ത് അതിനെന്ത് വന്നു? മണിയും കണ്ടില്ല, പോയ അനുജനെയും കാണാഞ്ഞപ്പം ഭഗവാൻ ഇങ്ങനെ നേരത്തെ കൂട്ടി ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്നെ മോഷ്ടിച്ചതാണെന്നാണ് അങ്ങ് കരുതി. അപ്പോൾ അപവാദം അവിടെ എല്ലാം പറഞ്ഞ് പരത്തി ലോകം മൊത്തം അങ്ങ് അറിഞ്ഞ്. അപ്പോൾ അത് ഭഗവാൻ ക്ഷീണമല്ലേ? ഭഗവാൻ ക്ഷീണമില്ല. പക്ഷെ നമ്മളെല്ലാവരും ഇന്നും ചിന്തിച്ചിരിക്കും ഭഗവാനാണ് മോഷ്ടിച്ചതെന്ന്. നമുക്ക് അറിയില്ലല്ലോ. ഭഗവാന് അതിൽ യാതൊരു കാരണം, പരമാത്മാവിന് ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടുമില്ല, ഒന്നും ചെയ്യാനുമില്ല. ആർക്ക് എന്ത് എപ്പോഴും വികാരമില്ലാത്തതാണ്. പരമാത്മാവിന് യാതൊരു വികാരവുമില്ല. ദുഃഖമോ സന്തോഷമോ ജനനമോ മരണമോ ഒന്നുമില്ലാത്ത ഭഗവാൻ. ഒരു വികാരമില്ലാത്ത ഭഗവാന് ഒരാൾ അപവാദം പറഞ്ഞ ഭഗവാൻ എന്താ? പക്ഷെ ഇന്നും ലോകത്ത് നമ്മളെല്ലാവരും ചിന്തിക്കും, അയ്യോ കൃഷ്ണനെ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളൊരു കള്ളനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത് നമുക്ക് വേണ്ടി ഭഗവാനോടെ തെളിയിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഭാഗവത്തിലതില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഭക്തമക്കൾ ഇങ്ങനെ കാണണം, ഇങ്ങനെ അറിയണം. കാരണം ഭഗവാൻ അതിൽ നാണക്കേടില്ല എന്ന് എനിക്കറിയാം. കാരണം വികാരമില്ലാത്ത ഈശ്വരനെ അവിടെ കള്ളനെന്നോ എന്ത് വിളിച്ചാലും, ദുഷ്ടനെന്നോ എന്ത് വിളിച്ചാലും ഭഗവാൻ അവിടെ ഒന്നും യേശത്തില്ല. കാരണം ജനന മരണങ്ങളില്ല, അരൂപിയാണ്. ഇവിടെ നമുക്ക് വേണ്ടി അവിടെ ഒരു ശരീരം എടുത്തുള്ള ഭഗവാൻ അതുപോലെ അങ്ങ് പോകും, ഈ ശരീരം ഉപേക്ഷിച്ചങ്ങ് പോകും. പക്ഷെ ഭഗവാന് വേണ്ടി അല്ല, എനിക്ക് തീർത്തറിയാം ഭഗവാന് വേണ്ടി അല്ല. നമ്മളൊരു ദുഷ്ടനെ ഭഗവാൻ ഒരു ദുഷ്ടനോ ഒരു കള്ളനോ ആണെങ്കിൽ ഈ പ്രജകളോ നമ്മൾ ഈ ലോകത്തിലെ ഒരു മക്കളും ഭഗവാൻ വേണ്ടി ചിന്തിക്കത്തേയില്ല. സത്യസന്ധമായിരുന്ന ഈശ്വരനെ നമ്മൾ വേറൊരു രീതി കാണും. അപ്പോൾ നമ്മൾ ഇന്ന് അനുഗ്രഹം വാങ്ങിക്കാനോ ഈ ഒരു കൃപ നമുക്ക് കിട്ടാനോ നമ്മൾ അത്രത്തോളം അകമഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ അങ്ങനെ നടക്കുന്നൊരു കാര്യമാണോ? അതുകൊണ്ട് അതിൻ്റെ കറ തീർക്കണം. അതുകൊണ്ട് ഭഗവാൻ അതിനു വേണ്ടി ശ്രമിച്ചു. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കേൾക്കടോ, സത്രാജിതനായ യാദവ മൂഢൻ ഓർക്കാതെ മുകുന്ദങ്കൽ അപവാദങ്ങൾ ചൊന്നാൻ. ഒരു കാര്യം ഓർമ്മിക്കാതെ, കൃഷ്ണൻ ആരാന്ന് ചിന്തിക്കാതെ അപവാദം പറഞ്ഞു വരുത്തി ഭഗവാൻ മോഷ്ടാവാണെന്ന്. ആയത് മൂലം അവൻ അതുകൊണ്ട് ഭീതനായി തൻ്റെ പുത്രി ആയത വിലോചനയായൊരു സത്യഭാമ തന്നെയും സമന്തകമണിയും കൂടി തന്നെ നന്ദനന്ദനൻ കൃഷ്ണൻ തനിക്കായി കാഴ്ച നൽകി. കാരണം മണി കൊണ്ടുപോയത് സിംഹമാണെന്നും കൊന്നെന്നും ആ സിംഹത്തിനെ കൊന്നെന്നും മണി അവസരം ജാമ്പാനെ കിട്ടിയതെല്ലാം അറിഞ്ഞല്ലോ. അപ്പോൾ ഇവന് വിഷമവും ഭയവും ഉണ്ടായി. കൃഷ്ണൻ ഞാനിത് പറഞ്ഞു പോയല്ലോ എന്ന്. ഞാനിങ്ങനെ കൃഷ്ണനെ വെറുതെയെങ്കിലും ഞാൻ കള്ളനാക്കിയല്ലോ. അതുകൊണ്ട് അവൻ ഭയന്നിട്ട് എന്ത് ചെയ്തു? സത്യഭാമയും ആ സെമന്തകമണിയും കൂടെ ഭഗവാന് കാഴ്ച കൊടുത്തു. കാരണം ഭയന്നിനി അയാളെ ഉപദ്രവിക്കുന്നെങ്കിലോ എന്ന് കരുതിയിട്ടും എന്തുകൊണ്ടായാലും പറയാമത് പറഞ്ഞു പോയല്ലോ എന്ന് കരുതി ഭയന്നിട്ട് അയാളുടെ മകളായ സത്യഭാമയും കൂടെ കൊടുത്തു, മണിയും കൊടുത്തു. അപ്പം നമുക്ക് വായിക്കാം ബാക്കി. ഇങ്ങനെ ഭഗവാന് നൽകി എന്നിവ കേട്ട നേരം ചോദിച്ചു പരീക്ഷിത്ത് നന്ദിച്ചു, സത്രാജിതൻ എന്തു കൃഷ്ണനെ കൊണ്ട് ചൊന്നതെന്ന്. എന്താണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്? എന്താണ് സത്രാജിതൻ എന്ത് കൃഷ്ണനെ കൊണ്ട് ചൊന്നതെന്നതും അവൻ പുത്രിയെ മണിയോടും ഒന്നിച്ച് കൊടുത്തതും മണി തൻ വൃത്താന്തവും എങ്ങനെയെന്ന് തിരിച്ച് അരുളി ചെയ്തിടണം.
ഈ മഹാമുനിയെടുത്ത് പരീക്ഷിച്ച് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് മകളെയും കൊടുത്തു, മണിയെയും കൊടുത്തു. അത് കേട്ടപ്പോൾ പരീക്ഷിത്ത് വീണ്ടും നന്ദിച്ച് ചോദിക്കുന്നു, മഹാമുനി, സത്രാജിന് എന്ത് കൃഷ്ണനെ കൊണ്ട് ചൊന്നത് എന്നത്, അവൻ എന്താണ് ഈ പുത്രിയെ മണിയേയും കൂടി കൊടുത്തതും, ഇതൊക്കെ ഈ ഒന്നിച്ച് കൊടുത്തത് എന്താണ്, മകളെയും മണിയും കൂടെ. എന്നിട്ട് ഈ മണി എന്താ, മണി എങ്ങനെ കിട്ടി, എന്താണ് അതിൻ്റെ അവസ്ഥ, ആ മണി തൻ്റെ മണിയുടെ വൃത്താന്തവും എങ്ങനെയെന്ന് തിരിച്ച് അരുളി ചെയ്തിടണം. എനിക്കത് തിരിച്ച് പറഞ്ഞു തരണം. ഈ മണി ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണോ, സത്രാജിത്തിൻ്റെ മകൾ ഇത്രയും അപവാദം എന്താ, ഇതൊക്കെ കാര്യകാരണങ്ങൾ വിവരിച്ച് ഇദ്ദേഹത്തിന് അറിയണം. അതുകൊണ്ട് ചോദിക്കുന്നു. എന്നിവ കേട്ട നേരം ചോദിച്ചു പരീക്ഷിത്തു നന്ദിച്ചു, സത്രാജിതൻ എന്ത് കൃഷ്ണനെ കൊണ്ടു ചൊന്നതെന്ന്, അതും അവൻ പുത്രിയെ മണിയോടും ഒന്നിച്ചു കൊടുത്തതും മണിതൻ വൃത്താന്തവും എങ്ങനെയെന്ന് തിരിച്ച് അരുളി ചെയ്തിടണം. ഇങ്ങ് 60 എനിക്കറിയണം, ഇങ്ങ് 60 കേട്ട് ഒരു മുനി ശ്രേഷ്ഠൻ ഇത്രയും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതുകൊണ്ട് എനിക്കിതെല്ലാം അറിയണം. ഇങ്ങ് 60 എനിക്ക് അറിയേണ്ടുന്നതിന് എന്നു കേട്ടൊരു, പറഞ്ഞത് കേട്ടത് ആരാ, മുനി, മഹാമുനി, ശ്രീശുക മഹാമുനി. എന്നു കേട്ടൊരു മുനി ശ്രേഷ്ഠൻ ചൊല്ലിനാൻ. അദ്ദേഹം പറഞ്ഞു, സത്രാജിതനായ യാദവൻ പണ്ട് നല്ലവണ്ണമേ വിത്താർത്ഥത്തിനായി സൂര്യൻ തന്നെ സേവിച്ചു. അയാൾക്ക് ധനത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി സൂര്യഭഗവാനെ സേവിച്ചു, തപസ് ചെയ്തു. സത്രാജിതനായ ഈ സത്യഭാമയുടെ പിതാവ് യാദവനാണ്. അയാൾ പണ്ട് നല്ലവണ്ണം അങ്ങോട്ട് ധനത്തിന് വേണ്ടി സൂര്യഭഗവാനെ തപസ് ചെയ്തു, സേവിച്ചു. സൂര്യൻ താനും മോദിച്ചു, സൂര്യനപ്പോൾ സന്തോഷമായി. സെമന്തക പാവന മണിരത്നം, അപ്പം സെമന്തക പാവനമായിരിക്കുന്ന മണിരത്നമാണ്, നന്നായി അത്രത്തോളം ശോഭനയേറി. കാരണം അവിടെ ആ മണി എവിടെ ഇരുന്നാലും അവിടെ എല്ലാം ധനം കുമിച്ച് കയറും, ഒരു ദോഷവും വരത്തില്ല, ഒന്നും സംഭവിക്കില്ല. അത്രമാത്രം എന്താ പറയുക, ഈ മണിക്ക് സൂര്യഭഗവാൻ എന്തോ അത്ര അനുഗ്രഹിച്ച് കൊടുത്തതാ. അപ്പോൾ സത്രാജിതനായ യാദവൻ പണ്ട് നല്ലവണ്ണമേ വിത്താർത്ഥത്തിനായി, ധനത്തിനായി സൂര്യൻ തന്നെ സേവിച്ചു. സൂര്യൻ താനും മോദിച്ചു, സമന്തക പാവന മണിരത്നം കൊടുത്തു സത്രാജിതത്തിന് കൊടുത്തു. നല്ല പാവനമായിരിക്കുന്ന ഈ മണിരത്നം ഭഗവാൻ കൊടുത്തു. കാരണം എന്താ, തപസ് ചെയ്തു, ധനം ഇഷ്ടംപോലെ കിട്ടും. നിത്യവും ഭക്തിയോടെ വിപ്രന്മാർ പൂജിക്കിലോ, നിത്യവും 8 ഭാരം കനകം മണി നൽകും. ഈ മണി 8 ഭാരം, 8 ഭാരം എന്ന് പറയുന്നത് 20 തുലവും അല്ലെങ്കിൽ 2000 പലം എന്നാണ് എൻ്റെ കണക്ക്. അതൊന്നും നമുക്കറിയില്ല. 20 തുലവും എന്ന് പറഞ്ഞാൽ അതും എന്താണെന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ മണി നല്ല നിത്യവും നല്ല ഭക്തിയോടുകൂടി ഭജിക്കണം വിപ്രന്മാർ. എന്താ വിപ്രന്മാർ, ഏത് കുലത്തിൽ ജനിച്ചാലും ഒരു വിപ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സാത്വികനായ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചില്ലെങ്കിലും ബ്രാഹ്മണനാവാം. അപ്പം നമുക്ക് എല്ലാവർക്കും വിപ്രനാവാം. അപ്പം ഭക്തിയോടെ ഭജിക്കുന്നത് ഭക്തന്മാരാണ്. അതുകൊണ്ട് നിത്യവും ഇത് ഭക്തിയോടെ വിപ്രന്മാർ പൂജിക്കിലോ, ഈ മണി വെച്ച് പൂജിക്കണം. അപ്പോഴെന്ത് വരും, നിത്യവും 8 ഭാരം കനകം സ്വർണം മണി നൽകും. ഈ മണി സെമന്തകമണി കൊടുക്കും. ആരുള്ള കയ്യിലാണ് ഇത് ഇരിക്കുന്നത്, സത്രാജിത്തിൻ്റെ. അവൻ്റെ പ്രാർത്ഥന മുഖാന്തരം, തപസ് മുഖാന്തരം അയാൾക്ക് കിട്ടിയത് അയാൾക്കാണ്, നമുക്കല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഭക്തിപൂർവ്വം പൂജിച്ച് വെച്ചാൽ 20 എന്തോ ഫലവും അല്ലെങ്കിൽ 20,000 എത്രാണ്ട് തൂക്കം ഏതാണ്ട് കിട്ടും. നമുക്ക് നോക്കാം. 2000 ഫലം അല്ലെങ്കിൽ 20 തുലവും 20 കിലോ ആണോ അത് സ്വർണം കിട്ടും. സത്രാജിത്താകും അവൻ അമ്മണി, ഇങ്ങനെ വായിക്കണം, അവൻ അമ്മണി എന്ന് വായിക്കരുത്. ഇത് നമുക്ക് മനസ്സിലാക്കണം. സത്രാജിത്താകും അവൻ ആ മണി അമ്മണി കണ്ടേ ധരിച്ച്
എത്രയും ദീപ്തിയ വ്യോമമാർഗെ സഞ്ചരിക്കുമ്പോൾ ഈ സത്രാജിത്ത് എന്തോ ഈ കിട്ടിയ മണി കഴുത്തിലൊക്കെ കഴുത്തിൽ ധരിച്ചും കൊണ്ട് ദീപ്തി അത്ര പ്രകാശമാണ്. എവിടെ പോകുന്നു? ആകാശമാർഗത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദ്വാരകാവാസികളും വിസ്മയിച്ച് അക്ഷികളും പാരമാം തേജസ്സിനാൽ മിഴിച്ചു കൂടാകയാൽ നേത്രങ്ങൾ പൊത്തിക്കൊണ്ട് ബാലരും വേഗമോടെ ആർത്തത്രാണന ഹരേ പാഹ്യസ്മാൻ നമോസ്തുതേ. എന്താ കാരണം? കണ്ണ് അത്രത്തോളം പ്രകാശം കൊണ്ട് അവിടെ ആർക്കും വസിക്കാൻ വയ്യ. ആകാശത്ത് സൂര്യൻ ഇങ്ങനെ താഴെ വന്ന് ഇറങ്ങുന്നെന്ന് ജനങ്ങൾക്ക് തോന്നും. അങ്ങനെ എന്താ സംഭവം എന്ന് അറിയാൻ വയ്യ. സത്രാജിത്തിൻ്റെ മണിയാണോ എന്താണെന്ന് ഇവരൊക്കെ അറിയാൻ വയ്യ. അവിടെയുള്ള ജനങ്ങളെല്ലാം ഇയാൾ ആകാശത്ത് പോകുമ്പം കണ്ണും പൊത്തിക്കൊണ്ട് അവർ ഭഗവാനെ പ്രാർത്ഥിക്കാൻ നിവർത്തിയില്ല. കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുമോ? അപ്പോൾ പാരമാം തേജസ് കൊണ്ട് എന്തോന്ന് കണ്ണ് ദ്വാരകാവാസികൾ, അവിടെയുള്ള ദ്വാരകളുടെ ജനങ്ങൾ വിസ്മയിച്ചത് എന്ത് ഇത്ര പ്രകാശം, കണ്ണ് തുറന്നു. അക്ഷികൾ കണ്ണുകൾ പാരമാം തേജസ് കൊണ്ട് ആ പ്രകാശം തട്ടുമ്പോൾ മിഴിച്ചുകൂടാകിയാൽ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അങ്ങനെ വന്നപ്പോൾ നേത്രങ്ങൾ അവർ പൊത്തിക്കൊണ്ട് നമ്മുടെ അടുക്ക സൂര്യൻ്റെ പ്രകാശം നമുക്ക് ഉച്ച സമയത്ത് ആകാശത്ത് സൂര്യഭഗവാൻ നോക്കാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ ഈ മണി ധരിച്ചുകൊണ്ട് അതിലേക്ക് പോയാൽ, ആകാശത്ത് പോയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കണം, തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാരമാം തേജസ്സിനാൽ മിഴിച്ചു കൂടാകിയാൽ കണ്ണുകൾ പൊത്തിക്കൊണ്ട് ബാലരും വേഗമോടെ ആർത്തത്രാണന ഹരി, എപ്പോഴും സഹിക്കവയത് ഭഗവാനോട് ആർത്തത്രാണന ഹരി, രക്ഷിക്കണമേ ഭഗവാനെ, ഹരി പാഹ്യസ്മാൻ നമോസ്തുതേ. എന്താ പറയുന്നത്? ശംഖചക്രാബ്ജഗദാധാരിൻ ഹേ ദാമോദര, ഭഗവാനെ കൃഷ്ണ, ശംഖും ചക്രവും ഗദയും പങ്കജമുള്ള കൈകൾ, 4 കൈകളോട് ഇങ്ങനെയുള്ള ഭഗവാനെ ദാമോദര കൃഷ്ണ, സങ്കട വിനാശന. അത്രയ്ക്ക് അവർക്ക് കണ്ണുറക്കാമെങ്കിൽ എന്തായിരിക്കും? ആർക്കും പറ്റത്തില്ലല്ലോ. ഒരാൾക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാൾ അങ്ങനെ ഇരുന്നാൽ മതി. ഇത് അയാൾ പോകുമ്പോഴൊന്നും ഇവർക്കാർക്കും പറ്റത്തില്ല. ഭഗവാനോട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആർത്തത്രാണന ഹരേ പാഹ്യസ്മാൻ, ഭഗവാനെ ശംഖചക്രാബ്ജ ഗദാധാരിൻ, ശംഖും ചക്രവും ഗദയും പങ്കജവും എല്ലാം ധരിച്ചവനെ, ഹേ ദാമോദര സങ്കട വിനാശന, ഈ സങ്കടങ്ങൾക്കെല്ലാം വിനാശം ചെയ്യുന്നവനെ, യദു നന്ദന, അതായത് യദുകുലത്തിലെ നന്ദൻ നന്ദഗോപരുടെ മകനെ, നന്ദനാലെ പുത്ര, ദേവകിയുടെ ആയാലും വസുരുടെ ആയാലും അവിടുത്തെ യദുകുലത്തെ നന്ദൻ മകനെ, പ്രഭു അർക്കനിങ്ങി ഇറങ്ങി വന്നിടുന്നു. പ്രഭു സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ, കൃഷ്ണ നാരായണ, എന്താ കാര്യം? അർക്കൻ ഇവിടെ ഇറങ്ങി വരുന്നു ഭഗവാനെ, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അർക്കനിങ്ങി ഇറങ്ങി വന്നിടുന്നു പ്രഭു, നിൽക്കരുത് ഇവിടത്തിൽ, ഞങ്ങൾക്കു ദയാനിധി, ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഭഗവാനെ. അർക്കൻ ഇവിടെ ഇറങ്ങി വരുന്നു ഭഗവാനെ, അർക്കനിറങ്ങി വന്നിടുന്നു പ്രഭു, നിൽക്കരുത് ഇവിടത്തിൽ, ഞങ്ങൾക്കു ദയാനിധേ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭഗവാനെ. നിന്തിരുവടി തന്നെ കണ്ടു പോവതിനായിട്ട് സൂര്യൻ ദീപ്തിയ വരുന്നത് ഇവിടത്തിൽ. അവർ ധരിക്കുന്നത് എന്തെന്നറിയാവോ? നിന്തിരുവടി തന്നെ കണ്ട്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി സൂര്യഭഗവാൻ ഇറങ്ങി വരുന്നതാണ്. നിന്തിരുവടി തന്നെ കണ്ടിട്ട് പോവതിനായിട്ട് സൂര്യൻ ദീപ്തിയാ വരുന്നത് ഇവിടത്തിൽ. ആ കുട്ടികൾ ചിന്തിക്കുന്ന, ആ ദ്വാരകാവാസികൾ പറയുന്ന, ഭഗവാനെ കൃഷ്ണ നാരായണ, അങ്ങയെ കാണാൻ സൂര്യഭഗവാൻ ഇറങ്ങി വരുന്നതാണ്, അങ്ങയെ കണ്ടിട്ട് പോകാനായിട്ട് വരുന്നതാണ്. ഇത് നിവർത്തിയില്ല, ഞങ്ങൾക്ക് കണ്ണ് കാണാൻ വയ്യ, പക്ഷെ ഭഗവാനെ കാണാൻ വേണ്ടി സൂര്യൻ ഇറങ്ങി വരുന്നതാണ് എന്ന് പറഞ്ഞു. അവർ അറിയുന്നില്ല, അവരിങ്ങനെ ധരിച്ചിരിക്കുന്നത് ഭഗവാൻ ആദിത്യ ഭഗവാൻ ഇവിടെ താഴേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ടാണ്, അത് കൃഷ്ണനെ കാണാൻ വരുന്നതാണ്. നിന്തിരുവടി തന്നെ പോവതിനായിട്ട് സൂര്യൻ ദീപ്തിയ തിളക്കത്തോടുകൂടി വരുന്നത് ഇവിടത്തിൽ. സൂര്യരശ്മികൾ കൊണ്ട് നേത്രങ്ങൾ പൊട്ടിപ്പോകും, കാരുണ്യാബുധേ പാലിച്ചിടുക എന്നിത്തരം ചൊന്നത് കേട്ടു കൃഷ്ണൻ. അപ്പോൾ ഈ സൂര്യരശ്മികൾ കൊണ്ട് ഞങ്ങൾ കണ്ണുകൾ പൊട്ടിപ്പോകും, കാരുണ്യാബുധേ കാരുണ്യം ഉള്ള ഭഗവാനെ പാലിച്ചിടുക, രക്ഷിക്കുക എന്നത് കേട്ടു ഭഗവാൻ കൃഷ്ണൻ. ഇത് കേട്ടു ചൊന്നത് ഈ അവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു ചൊന്നതൊക്കെ ആര് കേട്ടു? ഭഗവാൻ കേട്ടിട്ട് കൃഷ്ണൻ ചിന്തിച്ചു, കണ്ടറിഞ്ഞു, ഇതെന്താ കാര്യം, ഇവരിങ്ങനെ പറഞ്ഞ സത്യമാണോ? അതിന് ഭഗവാൻ ഇത് ചിന്തിച്ചു,
ഇതെന്താ ഇവർ പറഞ്ഞ സത്യം, ഇതെന്താ സംഭവിച്ചത്? ഭഗവാൻ മനസ്സിൽ ചിന്തിച്ചു. ഭഗവാൻ ചിന്തിക്കുമ്പോൾ എല്ലാം തെളിയുമല്ലോ. ഭഗവാൻ ചിന്തിച്ചിട്ട് കണ്ടറിഞ്ഞു. അപ്പോൾ എന്താ ഇവർ പറഞ്ഞ സത്യമല്ല ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ചിന്തിച്ചിട്ട് എന്ത് കണ്ടറിഞ്ഞ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ സത്രായത്ത് ഇങ്ങനെ ആകാശത്തിലൂടെ പോകുന്നതും ആ മണിയുടെ പ്രഭയാണ്, സൂര്യനല്ല എന്ന് ഭഗവാൻ അത് കണ്ടറിഞ്ഞു. എന്നിട്ട് വന്നിടുന്നത് സൂര്യനല്ല അതിൻ വഴി കേൾപ്പിൻ. ഇനി നമ്മൾ എടുത്തെടുത്ത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വായിച്ചില്ലെങ്കിൽ വന്നിടുന്നത് സൂര്യനല്ല അതിൻ വഴി കേൾപ്പിൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നും അറിയില്ല. അതുകൊണ്ട് മക്കളെ നീ തിരിച്ചിരിച്ച് വായിക്കണം. വന്നിടുന്നത് സൂര്യനല്ല അതിൻ വഴി കേൾപ്പിൻ. അതിൻ്റെ വഴി ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കൂ. ഇത് സൂര്യനല്ല. എന്നിട്ട് പറയുന്നു, സൂര്യസേവയ, സൂര്യനെ സേവിച്ചതുകൊണ്ട് സൂര്യൻ കൊടുത്ത മണിയുമായി സൂര്യസന്നിഭ ശോഭ പൂണ്ടൊരു സത്രാജിതനാകിയ യദുവരൻ പോകുന്നു ദേവലോകേ. അപ്പോൾ ഭഗവാനെ സൂര്യനെ സേവിച്ചതുകൊണ്ട് സൂര്യൻ കൊടുത്ത മണിയുമായി സൂര്യസന്നിഭ ശോഭ പൂണ്ടൊരു സത്രാജിതനാകിയ യദുവരനാണ് ഈ ദേവലോകത്തൂടെ സഞ്ചരിക്കുന്നത്. അത് സൂര്യനല്ല. സൂര്യഭഗവാനെ സേവിച്ചതുകൊണ്ട്, സൂര്യനെ തപസ് ചെയ്തതുകൊണ്ട് ശൂര്യൻ കൊടുത്ത മണിയാണത്. അത് ആരാ അതിലേക്ക് പോകുന്നത്? ഇത് സത്രാജിതനാണ്. അത് ആകാശത്തെ പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് സൂര്യൻ്റെ പ്രഭ ശോഭ അതിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് പറയുന്ന ഇങ്ങനെ സൂര്യസന്നിഭ ശോഭ പൂണ്ടൊരു സത്രാജിതനാകിയ യദുവരനാണ്. അയാൾ പോകുന്നു ദേവലോകെ, അയാൾ ആകാശത്തോടെ പോകുന്നു. ലോകർക്കും മണിയുടെ മഹത്വം കേൾപ്പിച്ചിതു. അങ്ങനെ ഭഗവാൻ ലോകർക്കെല്ലാം ഈ മണിയുടെ മഹത്വം കേൾപ്പിച്ചു. ഇമ്മണി ഇരിപ്പേടത്ത് അടുക്കയില്ല ദോഷം. ഭഗവാൻ അത് വിവരിച്ച് പറഞ്ഞു കൊടുത്ത്, ഈ മണി, സൂര്യൻ കൊടുത്ത ഈ മണി എവിടെ ഇരുന്നാലും അവിടെ ഒന്നും ഒരു ദോഷം സംഭവിക്കയില്ല. ഇമ്മണി ഇരിപ്പേടത്ത് അടുക്കയില്ല ദോഷം. ദുർമരണങ്ങളാധി വ്യാധികൾ ജരാഭ്രാന്തി. അത് മനുഷ്യൻ വയസ്സാവത്തില്ല, ജരാനര ഉണ്ടാവത്തില്ല, ഭ്രാന്തില്ല. എന്താ, എപ്പോഴും നന്മ ഉള്ള മനസ്സായിരിക്കും. ഭ്രാന്ത് കൊണ്ട് ഇളകുന്ന അങ്ങനെയുള്ളവർ ആകത്തില്ല. ദുർമരണങ്ങളില്ലാതെ ഒരു അപകടങ്ങളായിട്ടൊരു മരണം ഉണ്ടാകത്തില്ല. ആധിയും വ്യാധിയും ഇല്ല. അപ്പം മനസ്സിലാക്കണം, ഈ മണി ആരുടെ കയ്യിലിരുന്നാലും, പക്ഷെ ഇവിടെ തപസ് ചെയ്ത് കിട്ടിയത് സത്രായത്തിനാണ്. അപ്പോൾ അയാൾക്കല്ലേ അതിൻ്റെ അവകാശം. അതുകൊണ്ട് ആ മണി അയാളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പം വരത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്കൊന്ന് കിട്ടുമന്നേരം. ഇമ്മണിയിരിപ്പേടത്ത് അടുക്കയില്ല ദോഷം. ദുർമരണങ്ങൾ ആധി വ്യാധികൾ ജരാഭ്രാന്തി. നന്മണി, നല്ല മണിയാണ്, നന്മണിയാണ്. എന്താ കാരണം? ദിനം 8 ഭാരം ദ്രവ്യത്തെ നൽകും. അതുകൊണ്ട് ഇത് നന്മണിയാണ്. ഒരു ദിനം ഒരു ദിവസം 8 ഭാരം ദ്രവ്യം ധനത്തെ നൽകും. പിന്നെയോ ദ്രവ്യത്തെ നൽകും എന്നും ഇത്തരം എല്ലാം അരുൾ ചെയ്തതു കൃഷ്ണൻ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ലോകർക്കെല്ലാവർക്കും ഇത് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഇത്തരം എല്ലാം അരുൾ ചെയ്തതു കൃഷ്ണൻ. സത്രാജിത്താകും അവൻ തന്നോടായി ഒരിക്കലേ ഉത്തമ പുരുഷനാം കൃഷ്ണൻ വഴിപോലെ ചോദിച്ചാൻ. ഭഗവാൻ വഴിപോലെ ചോദിച്ചു. ഭഗവാന് വേണ്ടിയിട്ടൊന്നും അല്ല, അത് വഴിപ്രകാരം ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതെന്താ വഴി? എന്നിങ്ങനെ ചോദിച്ചെന്നാ സത്രായത്തിലേക്ക് എന്താണ്? ഭഗവാന് വേണ്ടിയിട്ട് ചോദിച്ചെന്നാണ്. പക്ഷെ ഭഗവാൻ എന്താണ് ആവശ്യം? ഭഗവാൻ ഈ ലോകം മൊത്തം ഭഗവാന്റെയാണ്. എന്തെങ്കിലും ഭഗവാന് വേണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു ഭക്തനാണെങ്കിൽ ചിന്തിക്കണം, ശരിയാ, അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരിക്കലും ഭഗവാൻ്റെ ആവശ്യമില്ല, ഒരിക്കലും ആഗ്രഹം ഉണ്ടാവത്തില്ല. ധനത്തിനെ ആഗ്രഹിക്കുന്ന ഭഗവാൻ, ലോകം മൊത്തം ഭഗവാന്റെ ധനമാണ്. പിന്നെ ഭഗവാൻ ധനത്തിന് എന്തിനാ ആഗ്രഹം? അതുകൊണ്ട് ഭഗവാൻ വഴിപോലെ പറയാ. എന്താ ഉത്തമ പുരുഷനാം കൃഷ്ണൻ വഴിപോലെ എന്ത് ചോദിച്ചു? മഹാമണി മന്നവന്മാർക്ക് യോഗ്യം. അങ്ങനെ ചോദിച്ചത്. ഈ മഹാമണി ഇത് നന്മണിയാണ്, ഇത് മഹാമണിയാണ്. ഇതിപ്പം ഇത്രയും വലിയൊരു നന്മ കൊണ്ട് ഇപ്പം ഈ സത്രാജിത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് എത്രത്തോളം വേണമെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ അത്രത്തോളം എന്ത് വേണമെങ്കിലും എന്താ വേണ്ടത് അതിനപ്പുറം കൊടുക്കാം. പക്ഷേ ഈ ഒരു മണി ഒരു രാജ്യത്ത് ഇരുന്ന ഒരു രാജാവിൻ്റെ കയ്യിലാണെങ്കിലോ പ്രജകൾക്കെല്ലാം അതുകൊണ്ട് നേടാം. ഒരുപാട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കൊടുക്കാം. അത് ഓർത്ത് ഭഗവാൻ കാണിച്ചു. അല്ലാതെ ഭഗവാൻ അതിൽ കൂടെ ധനം കിട്ടാനോ ഭഗവാന് ജരാമരണം ഇല്ലാതിരിക്കാനോ പിന്നെ അവിടെ ദോഷം ഉണ്ടാവാതിരിക്കാനോ ഒന്നുമല്ല. ഇത് അറിവില്ലാത്തൊരു അന്ന് ലോകത്തുള്ള ഈ പറഞ്ഞ സത്രായത്തിനെ പോലുള്ളവരെല്ലാം അങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട്
അത് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാൻ എന്ത് ചോദിച്ചു? മഹാമണി, മന്നവന്മാർക്ക് യോഗ്യം, മോദമുണ്ടാകും, സന്തോഷമുണ്ടാകും യദുരാജൻ നൽകിയിടുകിൽ. യദുരാജന് ഇപ്പം എന്തോവൻ്റെ പേര് സത്രായത്ത്, അത് യദുക്കളാണ്. പക്ഷെ അവിടുത്തെ രാജാവ് കൊടുത്താൽ, ആകയാൽ നിനക്ക് യദുരാജന് നൽകിയിടുകിൽ മോദമുണ്ടാകും, സന്തോഷമായിരിക്കും. കാരണം ഒരുപാട് ധനം വന്നു ചേരുമ്പോൾ സന്തോഷമായിട്ട് ജനങ്ങൾക്കെല്ലാം അത് കൊടുക്കാമല്ലോ. അത് നല്ല കാര്യമല്ലേ ഭഗവാൻ പറഞ്ഞത്? ഈ പറഞ്ഞ സത്രായത്തിന് ഇത്രയും ഭാരം ദിനം ഇത്രയും എവിടെ കൊണ്ട് കൊടുക്കാനാ? ആർക്ക് കൊടുക്കാനാ? അയാൾക്കുള്ള ആവശ്യത്തിന് പോരെ? അതില്ലെങ്കിൽ ഇത്തിരി കൂടുതലായാലും പോരെ? ഭഗവാൻ വിചാരിച്ചു വെറുതെ മണി എന്തിനാ നഷ്ടപ്പെടുത്തി കളയുന്നേ, ജനങ്ങൾക്ക് ക്ഷേമമാവുമല്ലോ എന്ന് കരുതിയിട്ട് ഈ മഹാമണി മന്നവന്മാർക്ക്, രാജാക്കന്മാർക്ക് യോഗ്യമാണ്. അതുകൊണ്ട് മോദമുണ്ടാകും ഇത് യദുരാജന് കൊടുത്താൽ, നൽകിയാൽ. ആകയാൽ നിനക്കിന്നു വേണ്ടുന്ന ധനമെല്ലാം ആകവേ തരുവൻ ഞാനിൻ, ഇല്ല സംശയമേതും. അതുകൊണ്ട് നിനക്ക് എത്രത്തോളം ധനം വേണം അതെല്ലാം നിനക്ക് തരാം. അതുകൊണ്ടാകവേ തരുവൻ, എല്ലാം നിനക്ക് ആവശ്യം പോലെ തരാം. ഇത് യദുരാജന് കൊടുത്താൽ അത്രത്തോളം സന്തോഷമാകും. ജനങ്ങൾക്കെല്ലാം എത്രമാത്രം ബുദ്ധിമുട്ടില്ലാതെ കഴിയാം, ഒന്നിനും ഒരു വിഷമം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് രാജാവിന് കൊടുത്താൽ നിനക്ക് എത്രത്തോളം ധനം ആവശ്യമുണ്ട് അതെല്ലാം ആകവേ തരുവൻ ഞാൻ, ഒരു സംശയവും ഇല്ല സംശയമേതും. ഇത്തരം സത്രാജിത്ത് കേട്ടു സൂര്യാജ്ഞയിൽ ഇത്തരം ചെയ്യുവാൻ കൊടുത്തിടുകയില്ലെന്നതും ചൊല്ലിനാൻ. അതായത് സത്രാജിത്തിൻ്റെ ഉത്തരം പറഞ്ഞത്, ഇത്തരം സത്രാജിത്ത് കേട്ടു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് രാജാവിന് കൊടുക്കൂ, അത് സന്തോഷമായിരിക്കും, നിനക്ക് ആവശ്യം പോലെ തരാം എന്ന് പറയുമ്പോൾ ഇത് സൂര്യൻ്റെ ആജ്ഞ ഇല്ല ഇങ്ങനെ തരാൻ, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയും. സൂര്യൻ കൊടുത്തത് സത്രാജിത്തിന്, അതൊരു ശരിയുള്ള കാര്യമായിരിക്കാം. അതുകൊണ്ട് ഭഗവാനൊന്നും ഓർക്കപ്പുറത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിർബന്ധിക്കേണ്ട കാര്യം എന്താണ്? ഭഗവാൻ ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കത്തില്ല. പക്ഷെ അതൊന്ന് ചോദിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഇത് സത്രാജിത്ത് കേട്ടിട്ട് സൂര്യ ആജ്ഞ ഇല്ലെങ്കിൽ ഇത്തരം ചെയ്യുവാൻ, സൂര്യൻ്റെ ആജ്ഞ എനിക്കില്ലല്ലോ, അതുകൊണ്ട് കൊടുത്തിടുക ഇല്ലെന്നതും ഞാൻ തരത്തില്ല എന്നതും ചൊല്ലി ഞാൻ അങ്ങനെ പറഞ്ഞു. ദ്രവ്യലോഭാലാണ്, ദ്രവ്യത്തിൻ്റെ ആഗ്രഹം അത്രത്തോളം ദുരാഗ്രഹം ഇരുന്നതുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. എനിക്കുള്ളത് ഞാനൊരൊക്കെ കൊടുക്കുകയില്ല. നല്ലവന്മാരാണെങ്കിൽ ചിന്തിക്കും, എനിക്ക് ഇതിൻ്റെ തന്നെ ആവശ്യമില്ല, നഷ്ടപ്പെട്ട് കളയണ്ട, ദിനം ഇതിനെ പൂജിച്ചാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ധനം വന്നേതാൽ ജനങ്ങൾക്ക് ക്ഷേമമാവുമല്ലോ എന്ന് നല്ലവൻ ചിന്തിക്കുക. എനിക്ക് ആവശ്യത്തിന് മതിയല്ലോ, നല്ലവർക്ക് അതറിയാം. പക്ഷെ ഇവനിങ്ങനെ ദുഷ്ടനല്ലേ. അതുകൊണ്ട് ആദ്യം നമ്മൾ വായിച്ചു കേൾക്കടോ സത്രാജിന യാദവ മൂഢൻ എന്ന് പറഞ്ഞത്, അറിവില്ലാത്തവൻ. അങ്ങനെയുള്ളവൻ എന്ത് ചിന്തിക്കും? കിട്ടിയത് പോരാ എൻ്റെ ആർക്കും കൊടുക്കൂല, ദ്രവ്യലോഭാൽ. അപ്പോൾ മാധവൻ അതിനേതും ചൊല്ലിയില്ല പോന്നു, സത്രാജിത്തും ചൊല്ലിയില്ല ഏതും. സത്രാജിത്തും ഞാൻ തരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അയാൾ മാറി. ഭഗവാനാണെങ്കിലും അതിനെപ്പറ്റി പിന്നെ ഒന്നും പറഞ്ഞില്ല. മാധവൻ അതിനേതും ഒന്നും പറഞ്ഞില്ല, അങ്ങ് പോന്നു. പോന്നിച്ചാൽ ഭഗവാന്റെ കാര്യം നോക്കി പോയി. സത്രാജിത്തും ചൊല്ലിയില്ല ഏതും തരാമെന്ന് ഒന്നും പറഞ്ഞില്ല. ഇത്രയും പറഞ്ഞു, എനിക്ക് ആജ്ഞയില്ല, സൂര്യൻ്റെ ഉത്തരവില്ലാതെ തരാൻ പറ്റില്ല. എന്താ ഉദ്ദേശം? ലോഭം, ധനലോഭം ഉള്ളിലിരിപ്പുണ്ട്. നല്ലവന്മാർക്ക് അത് ആഗ്രഹം, ഇത്ര ആവശ്യങ്ങൾ നടന്നു പോയാൽ മതി. ലോക നന്മയ്ക്കാണെങ്കിൽ ഇത് അയ്യോ ശരിയാ ഭഗവാൻ പറഞ്ഞത്, നമുക്കത് അങ്ങനെ ചെയ്യാം എന്ന് ആരായാലും പറയും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് സത്രാജിത്ത് തന്നെ സഹോദരനാകിയ പ്രസേനനും, ഈ സത്രായത്തിൻ്റെ സഹോദരനാണ് പ്രസേനൻ. അങ്ങനെ പ്രസേനന് ഉല്ലാസമാകും മണി കണ്ഠത്തിൽ ധരിച്ചിട്ട് നല്ലൊരു കുതിരതൻ മുകളിൽ ഏറിക്കൊണ്ട്, ആർക്കും കൊടുക്കാത്ത മണി അവൻ എന്ത് ചെയ്തു? സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനന് കൊടുത്തു, കഴുത്തിൽ കെട്ടിക്കൊടുത്തു. അനുജനല്ലേ, മാമത, ഭഗവാൻ അന്യനല്ലേ, എൻ്റെ അനുജനല്ലേ, അവന് കെട്ടിക്കൊടുത്തത് എൻ്റെ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ കാണാം. വിക്രമത്തോടു നായാട്ടിൻ അവൻ വനംബുക്ക് അന്യനു ധരിപ്പാനായി നൽകിയില്ല മണി രവി, ഇന്നതുമൂലം സത്രാജിതന് വന്നു ദോഷം. അതായത് അന്യൻ്റെ കഴുത്തിൽ, അനുജനായാലും അന്യനാണ്, തപസ് ചെയ്തവൻ്റെ കഴുത്തിലാണ് കെട്ടേണ്ടുന്നത്. ഇവൻ അവൻ്റെ മമത ഓർത്ത് അവൻ്റെ അനുജൻ എന്നുള്ള സന്തോഷം കൊണ്ട് അവൻ കെട്ടിക്കൊടുത്തു. അനുജന് മണി കഴുത്തെ കെട്ടിക്കൊടുത്തു. അവൻ വിക്രമത്തോട് തന്നെ അതും ഇട്ടുകൊണ്ട് നായാട്ടിന് പോയി വനത്തിൽ. അപ്പോൾ എന്ത് വന്നു? ഈ അനുജനാണെങ്കിലും ആരാണെങ്കിലും അർഹിക്കാത്തത് എടുത്തുകൂടാ. അതുകൊണ്ട് എന്ത് വന്നു? അന്യന് ധരിപ്പാനായി നൽകിയില്ല മണി,
ആര്? രവി, ആദിത്യന് കൊടുത്ത് സത്രാജിത്തിനാ. അല്ലാതെ ഈ രവി ആദിത്യൻ, സൂര്യൻ മറ്റൊരാളുടെ കഴുത്തെ കെട്ടാനല്ല കൊടുത്തത്. അതുകൊണ്ട് അന്യന് ധരിപ്പാനായി നൽകിയില്ല, കൊടുത്തില്ല മണി രവി. ഇന്ന് അതുമൂലം സത്രാജിതന് വന്ന് ദോഷം. അതുമൂലമായിരിക്കും ഈ സത്രാജിന് ദോഷം വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഉൽക്രമിച്ചിടും മണി ശോഭ കണ്ടേറ്റം കോപാൽ വിക്രമവീര സിംഹം വന്നുടൻ പ്രസേനനെ കുതിരയോടും കൊന്ന് മണിയും കൊണ്ട് സിംഹം അതിശോഭയാ പോകും നേരം അങ്ങ് അത് കണ്ട് വീരനായിടുന്നൊരു ജാമ്പവാൻ കവിശ്രേഷ്ഠൻ പാരാതെ കണ്ട് സിംഹം തന്നെയും കൊന്ന് വേഗം ചാരുത കലർന്നൊരു മണിയും കൊണ്ട് തൻ്റെ ചാരുത്വം ചേർന്ന ഗുഹപുക്ക് തൻ പുത്രനാകും വാനരസൂനു സുകുമാരനു കളിപ്പാനായി വാനര വീരൻ കൊടുത്തിരുന്നു തപസ്സോടും. അപ്പോൾ ഈ വിക്രമത്തോട് നായാട്ടിന് പോയി അനുജൻ അതും കെട്ടിക്കൊണ്ട് എന്ത് വന്ന് സത്രാജിത്തിന് ദോഷം സംഭവിക്കുന്നു. ഉൽക്രമിച്ചിടും മണി ശോഭ കണ്ട് അത്രത്തോളം ശോഭിക്കുന്ന ഉൽക്രമിച്ചിടുന്ന ആ ശോഭ ഇത് കണ്ട് കോപാൽ ആർക്ക് കോപം തോന്നി? സിംഹത്തിൻ്റെ കണ്ണ് പൊട്ടിപ്പോകത്തില്ലയോ? സിംഹം ദേഷ്യം വന്ന് എന്നിട്ട് ഉൽക്രമിച്ചിടുന്ന ഈ മണിശോഭ കണ്ട് ഏറ്റവും കൊണ്ട് കോപം ഉണ്ടായി സിംഹത്തിന്. വനത്തിലോട്ട് പോയപ്പം സിംഹത്തിന് ദേഷ്യം ഉണ്ടായി. നമുക്ക് ദ്വാരകാവാസികൾക്ക് ഭഗവാനെ നിവർത്തിയില്ല, രക്ഷിക്കൂ, ഈ സൂര്യൻ ഭഗവാനെ കാണാൻ വന്നിട്ട് പോകുന്നതായിരിക്കും എന്ന് കരുതി അവർ ഭഗവാനെ അപേക്ഷിച്ചു. അപ്പോൾ ഈ കാര്യകാരണങ്ങളെല്ലാം അറിയുന്നത് സൂര്യനല്ല, ഇത് സത്രാജിത്തിൻ്റെ മണിയാണ്, സെമന്തകമാണ്, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? സിംഹത്തിനും ഇതുപോലെ ദേഷ്യമായി. സിംഹത്തിനെ പ്രാർത്ഥിക്കാൻ അറിയാമോ? സിംഹം എന്ത് കണ്ടു? കോപാൽ വിക്രമവീര സിംഹം വന്നുടൻ പ്രസേനനെ കുതിരയോടും കൊന്ന്. പ്രസേനൻ കുതിരപ്പുറത്ത് നിന്ന് നായാടുക. അവിടെ കിടക്കുന്ന വനത്തിൽ കിടക്കുന്ന ജീവജാലങ്ങൾക്ക് കണ്ണ് മഞ്ചിപ്പോലും കണ്ണ് കാണാതെ പൊട്ടക്കണ്ണായിട്ടിരുന്നാൽ ഇവനെന്താ കുഴപ്പം? അവന് സുഖമായിട്ടങ്ങ് പോയാൽ പോരെ. അതുകൊണ്ട് കുതിരയോടും കൊന്ന് മണിയും കൊണ്ട് സിംഹം എന്ത് ചെയ്ത് അതിശോഭയാ പോകുന്നേരം അങ്ങ് അത് കണ്ട്. അപ്പം അവിടെയും സിംഹം കൊണ്ടുവന്ന മണിയുടെ ശോഭ കണ്ട് ആര് കണ്ടു? ജാമ്പവാൻ. ശോഭ കണ്ട് പോകുന്ന നേരം അങ്ങ് അത് കണ്ട് വീരനായിടുന്നൊരു ജാമ്പവാൻ. വീരനാണ് ജാമ്പവാൻ. കവിയുടെ ശ്രേഷ്ഠനാണ്, കുരങ്ങന്മാരുടെ ശ്രേഷ്ഠ തലവനാണ്. അപ്പോൾ ജാമ്പവാൻ കവി ശ്രേഷ്ഠൻ പാരാതെ കണ്ട് സിംഹം തന്നെയും കൊന്ന് വേഗം. അപ്പം ഈ പ്രഭ കണ്ടിട്ട് സിംഹത്തിനെ അങ്ങ് കൊന്ന്. കുരങ്ങന്മാരുടെ ശ്രേഷ്ഠനാണ്, തലവനാണ് ജാമ്പവാൻ. ഇത് കണ്ട് ഈ പ്രഭ കണ്ട് സിംഹത്തിനെ കൊന്നിട്ട് വേഗം ചാരുത കലർന്നൊരു മണിയും കൊണ്ട് തൻ്റെ ചാരുത്വം ചേർന്ന ഗുഹാപുക്ക്. ഭംഗിയേറിയ ഈ മണിയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാരുത്വം ചേർന്ന ഗുഹപുക്ക് തൻ പുത്രനാകും വാനര സൂനു. ജാമ്പവൻ വാനരനാണ്, കുരങ്ങനാണ്. സൂനു മകൻ, കുഞ്ഞ്. അയാളുടെ കുഞ്ഞിന് കൊടുത്ത് ഇരുന്നു തപസ്സോടും. ഈ കുട്ടി ആ മണിയും കൊണ്ട് കളിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നു. കൊണ്ടങ്ങ് കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞതും കൊണ്ട് ഇങ്ങനെ കളിക്കുന്നു, ഒരു തപസ്സോട് അത് അങ്ങനെ കഴിയുന്നു. അപ്പോൾ കാനനെ നായാട്ടിനായി പോയൊരു പ്രസേനൻ താൻ വന്നതില്ല, അതിനാലേ തിരഞ്ഞു സത്രാജിത്തും. വനത്തിൽ പോയി കുതിരയും കൊണ്ട് നായാടാൻ പോയി, മണി കണ്ഠത്തിലും കെട്ടിക്കൊണ്ട് പോയി. ഇവനെ കാണുന്നില്ല. അനുജനെ കാണാഞ്ഞപ്പോൾ സത്രാജിത്ത് എന്ത് ചെയ്ത്? കാനനെ നായാട്ടിന് പോയൊരു പ്രസേനൻ താൻ വന്നതില്ല, അതിനാലേ വരാഞ്ഞതിനാൽ എന്ത് വന്നു? തിരയുക. എന്തേ? അനുജനെയും കാണുന്നില്ല, മണിയും പോയി, ഒന്നും കാണാഞ്ഞപ്പം തിരഞ്ഞ് വനത്തിലും ഒക്കെ തിരഞ്ഞു. അതായത് പ്രസേനൻ താൻ വന്നതില്ല വരാഞ്ഞിട്ട്. അതുകൊണ്ട് തിരഞ്ഞു സത്രാജിത്തും. വനത്തിലും പോയ വഴിക്ക് മൊത്തവും തിരഞ്ഞ് കാടതിൽ തിരഞ്ഞ് എങ്ങും കാണാഞ്ഞു ദുഃഖത്തോടും. എങ്ങും വനത്തിലൊക്കെ നോക്കിയിട്ടൊന്നും എങ്ങും കാണുന്നില്ല. ഗുഹയ്ക്കകത്ത് മണി അകത്തിരുന്നാൽ എങ്ങനെ മണി പുറത്ത് ശോഭ അല്ലെങ്കിൽ കണ്ടേനെ, ആ പ്രഭ എല്ലായിടും കാണും. ഇത് ഭയങ്കര ഗുഹയ്ക്കകത്താണെങ്കിൽ എങ്ങനെ കാണാന്? അതുകൊണ്ട് ഇയാൾ കാടൊക്കെ എല്ലാം തിരഞ്ഞ് നോക്കിയിട്ടതും മണി കണ്ടില്ല. കാടതിൽ തിരഞ്ഞ് എങ്ങും കാണാഞ്ഞു ദുഃഖത്തോടും വീടതിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വീടതിൽ വന്നു പറഞ്ഞിടാൻ രഹസ്യമായി പറയുക. വീട്ടിൽ വന്ന് രഹസ്യത്തോട് പറയുന്നു. എന്താ പറയുന്നേ? അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ പറയുന്നതെന്ന്. ഭഗവാനെ അങ്ങനെയാണ് അപവാദം പറഞ്ഞ് വരുത്തുക. ഭഗവാൻ ചോദിച്ചു പോയോണ്ട് ഈ മണിയും കണ്ടില്ല, പ്രസന്നനെയും കണ്ടില്ല. അതുകൊണ്ട് ഇയാൾ എന്ത് പറഞ്ഞു പരത്തുക?
രഹസ്യമായി മുന്നം എന്നോട് മണി ചോദിച്ചതൊരു പുമാൻ തന്നിടുകെന്ന്. ഒരു പുമാൻ എന്നോട് ഈ മണി രഹസ്യമായിട്ട് വീട്ടിൽ നിന്ന് ഭാര്യ എടുത്തോ മറ്റൊരുത്തൊക്കെ പറയുന്നു. രഹസ്യമായി ആരും അറിയണ്ട, രഹസ്യമാണ്. എൻ്റെ അടുത്ത് മുന്നേ ഈ മണി ഒരു പുമാൻ എന്നോട് ചോദിച്ചിരുന്നു. വീടതിൽ വന്ന് രഹസ്യമായിട്ട് പറയാം, ഉറക്കിയൊന്നുമല്ല, പതുക്കെ പറഞ്ഞിടിനാൻ. രഹസ്യമായി മുമ്പ് എന്നോട്, അത് സത്രാജിത്തിനോട് മണി, ഈ സെമന്തക മണി ചോദിച്ചത് ഒരു പുമാൻ. ആരാണെന്ന് അപ്പോഴും പറയുന്നില്ല, ഒരു പുമാൻ. നമുക്കറിയാം ആരാണെന്ന്, ഇത് വായിച്ചതുകൊണ്ട്. കൃഷ്ണനാണ്. അല്ല, രാജാവിന് കൊടുത്ത സന്തോഷമാവെന്ന് പറഞ്ഞ ആ ഒരു ചോദ്യം അവൻ്റെ ഉള്ളിലിരിക്കുന്നത്. കാരണം മണിയും കാണില്ല, പ്രസന്നനെയും കാണുന്നില്ല. അതുകൊണ്ട് ചോദിച്ചത് ഒരു പുമാൻ തന്നിടുകെന്ന്, ആ മണി തരാമോ എന്ന് ചോദിച്ചത്, കൃഷ്ണൻ ചോദിച്ചത്. അതുകൊണ്ട് കൊടുത്തില്ല, അന്ന് ഞാനതൊന്ന് കൊടുത്തില്ല. ഞാനും ഇപ്പോൾ എന്നോട് സഹജനെ കൊന്നവൻ മണി അതും ഇന്ന് കൊണ്ടങ്ങ് പോയി, മറ്റാരുമല്ല നൂനം. അവനങ്ങ് നിശ്ചയിച്ചു. അന്ന് എന്നോട് പുമാൻ ചോദിച്ചിരുന്നു, അത് ഞാനൊന്ന് കൊടുത്തില്ല. ഇപ്പോൾ അനുജനെയും കൊന്നിട്ട് ഈ മണിയും കൊണ്ട് അന്ന് ചോദിച്ച ആൾ കൊണ്ടുപോയി, മറ്റാരുമല്ല, അത് കറക്റ്റാണ്, അത് ഇന്നാര് തന്നെയാണ് എന്നങ്ങ് പറഞ്ഞ്. എന്നിട്ട് ഇതിനെന്താ ക്ലൂ കൊടുക്കുന്നറിയാമോ? ബാലനായുള്ള നാളിൽ ശീലിച്ച തൊഴിലെല്ലാം കാലമേറവേ നിർണാം ചൊൽകിലും പോകയില്ല. അതുകൂടങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പം പിന്നെ തീർത്ത് വിശ്വസിക്കാമല്ലോ. ബാലനായുള്ള നാളിൽ എൻ്റെ കണ്ണൻ, എൻ്റെ കുഞ്ഞ് കണ്ണൻ കുട്ടിയായിട്ടിരുന്നപ്പോൾ ശീലിച്ച തൊഴിൽ അന്യ ആൾക്കാരുടെ ഉറിയിൽ കെട്ടിയിട്ടിരുന്ന എന്താ പറയുക, പാലും തൈരൊക്കെ താഴെ നിന്ന് ഓട്ടയിട്ട് അവൻ്റെ ചുവട്ടിൽ നിന്ന് പാല് കുടിക്കും, വെണ്ണ കെട്ട് തിന്നും. ഈ കുഞ്ഞ് അന്ന് ചെയ്തതിനും വേണ്ടി അല്ലയോ ഈ ദുഷ്ടനായ ഇവൻ ഇത് പറഞ്ഞത്? സഹിക്കാൻ പറ്റിയ ഒരു തള്ളയ്ക്ക്? നമ്മളൊക്കെ ഒരു തള്ളയാകും മക്കളെ. കണ്ണനൊരു കുഞ്ഞാകും. ആ കുഞ്ഞിനോട് അന്ന് കുഞ്ഞിൻ്റെ ശീലം അത് ഇന്ന് അവനെടുത്ത് മുതലെടുത്തേക്കുന്നത്. അതാണ് എൻ്റെ കുഞ്ഞ് കണ്ണൻ കള്ളനായി, സത്രാജിത്തിനെ മണി മോഷ്ടിച്ചെന്നായി, അവൻ്റെ അനുജനെ കൊന്നെന്നായി, എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞ് പരത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മകനാണ് നമ്മൾ സഹിക്കുമോ? എനിക്കത് സഹിക്കാകില്ല. ഞാൻ എൻ്റെ കണ്ണൻ്റെ അമ്മയാണ്, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അന്ന് എൻ്റെ കൊച്ച് ഇങ്ങനെ ചെയ്തു പോയി, കുഞ്ഞല്ലേ, അവൻ എന്തറിയാം? അതുകൊണ്ട് ബാലനായുള്ള നാളിൽ ശീലിച്ച തൊഴിലെല്ലാം കാലം എത്ര ആയാലും നൃണാം ചെലുകിലും എത്ര നാൾ കഴിഞ്ഞാലും ആ ശീലം പോകയില്ല അവന് ഉത്തരവിട്ട്. അതുകൊണ്ട് രഹസ്യമായിട്ടെന്ന് പറയുക, അത് കണ്ണൻ തന്നെയാണ്. കൊച്ചുനാളിൽ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ എത്ര വളർന്നാലും മാറത്തില്ല. ഇപ്പം അന്ന് വെണ്ണയും പാലും തിന്ന് കട്ടെടുത്ത് ഇന്നിതാ എൻ്റെ മണിയും കൊണ്ടുപോയേക്കുന്നു, അതും എൻ്റെ അനുജനെ കൊന്നിട്ട്. കാലമേറവേ നൃണാം ചെലകിലും പോകയില്ല. ബാലനായിടും നാളെ കവർന്ന് നടന്നൊരു ശീലമുള്ള ആളുകളാം ഈ ചെയ്തതെന്നേ വരൂ. ഇപ്പം ബാലനായിടുന്ന നാളെ കവർന്ന് നടന്നൊരു ശീലമുള്ള ആളുകളാം ഈ ചെയ്തതെന്നേ വരും. അപ്പോൾ കുട്ടിനാളിൽ ചെയ്യുന്ന ശീലം മനുഷ്യർക്ക് മാറത്തില്ല. അതുകൊണ്ട് കുട്ടിനാളിൽ കൃഷ്ണൻ ഇത് ചെയ്തതുകൊണ്ട് വേറെ ആരുമല്ല, ബാലനായിടും നാളെ കവർന്ന് നടന്നൊരു കുട്ടിനാളിലെ കട്ട് തിന്ന ആ ശീലമുള്ള ആളുകൾ ആരായാലും. ഇപ്പം ഞാനാണ് കുട്ടിനാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ കട്ടാൽ എന്നെ പിടിക്കും, ഞാൻ ചെയ്യണമെന്നില്ല. അതൊരു നിയമമാണ്. കുട്ടിനാൾ ഇന്ന രത്നാഭായി കള്ളിയായിരുന്നു, അവൾ തന്നെയാണ് ഇപ്പോഴും കട്ടത്. അതിൻ്റെ ശീലം മറക്കുമോ? ആരെങ്കിലും മറക്കുമോ? അവൾ തന്നെയാണ് ചെയ്തത്. എന്തെല്ലാം സഹിക്കണം എൻ്റെ കൊച്ചു കണ്ണൻ. എൻ്റെ ഭഗവാൻ വല്ല വിഷമമുണ്ടോ? അതായത് വികാരം ഇല്ലാത്ത കണ്ണനല്ലേ. പിന്നെ കുഞ്ഞുനാളി എൻ്റെ കണ്ണിന് വെണ്ണയും പാലൊക്കെ കുടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവനങ്ങ് തീരുമാനിച്ചു, ബാലനായിടുന്ന ആളെ കവർന്ന് നടന്നൊരു ശീലമുള്ള ആളുകളാം ഈ ചെയ്തതെന്നേ വരൂ, അല്ല വേറെ ആരുമല്ല. ഇത് കള്ളനായിരിക്കുന്ന കൃഷ്ണൻ തന്നെയാണ് അവനെ തീരുമാനിച്ചു. വിത്തത്തിനാഗ്രഹങ്ങൾ വിത്തേശനെന്നാകിലും ചിത്തത്തിൽ മതി വരാ ഉത്തമരെന്നാകിലും. മനസ്സിൽ ഒരിക്കലും മതി വരത്തില്ല. വിത്തത്തിനാഗ്രഹങ്ങൾ വിത്തേശനാണെങ്കിൽ കുബേരനാണെങ്കിൽ പോലും എത്ര ധനം ഉള്ളവനാണെങ്കിലും വിത്തം വീണ്ടും വീണ്ടും വേണമെന്ന് ചിന്തിക്കൂ എന്നാണ് ഇവൻ പറയുന്നത്, സത്രാജിത്ത്. അതുകൊണ്ട് വിത്തത്തിന് ധനം ആഗ്രഹം, ഭഗവാൻ അങ്ങനെയുള്ള വിത്തേശന് അങ്ങനെയുള്ളവനാണെന്ന് അവൻ മൂഢാന്ന് എടുത്ത് പറഞ്ഞു. ആദ്യമേ തന്നെ പരീക്ഷിത് മഹാരാജാവ് രാജാവിന് മഹാമുനി പറഞ്ഞ യദുകുലത്തിലെ യാദവ മൂഢനാണവൻ എന്ന് പറഞ്ഞ എന്താ കാരണം? ഈ മൂഢന്മാർക്ക് ഇങ്ങനെ പറയും. അവനെപ്പോലെയാണ് എല്ലാവരും ധരിക്കും.
ഭഗവാനും അങ്ങനെയാണെന്ന് അവനങ്ങ് ധരിച്ചു. അതുകൊണ്ട് വിത്തത്തിന് ആഗ്രഹങ്ങൾ വിത്തേശനെന്നാകിലും ചിത്തത്തിൽ മതിവരാ ഉത്തമരെന്നാകിലും. ഇവിടെ ഭഗവാൻ ഉത്തമനൊക്കെ തന്നെ, പക്ഷേ ധനവാനാണെങ്കിൽ പോലും ഉള്ളത്തിൽ ഒരിക്കലും മതി വരത്തില്ല. വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നില്ല. ആ മണി ഒന്ന് ചോദിച്ചു പോയി. ഭഗവാന് വേണ്ടി അല്ല അത് ചോദിച്ചത്, രാജാവിന് കൊടുത്താൽ രാജ്യം നന്നാവും, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഇതൊക്കെ ആവശ്യങ്ങളാണ്, നമ്മൾ പഠിക്കാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് നല്ലൊരു വിളകളെ വേലി താനിന് മേലിൽ തല്ലുമേ മടിയാതെ തിന്നിടും എന്നേ വേണ്ടു. വേലി വിള തിന്നുന്നത് പോലെ ഇവിടെ കൃഷ്ണൻ തന്നെയാണെന്ന് അവർ വിശ്വസിച്ച് ഉറച്ചു. രക്ഷിച്ച് പുലർത്തേണ്ട ആളുകൾ മുതിർന്നിട്ട് ശിക്ഷിച്ചു തുടങ്ങിയാൽ പിന്നെ എന്തോന്ന് ചെയ്തു. കാരണം നമ്മളെയൊക്കെ രക്ഷിക്കാനുള്ളതാണ് യദുകുലത്തിലെ ഇപ്പം രാജാവായി ഭഗവാൻ അവിടെ ആരെയാ രാജാവാക്കിയേക്കുന്നത്? പിന്നെ കംസൻ്റെ, അതായത് ദേവകിയുടെ അച്ഛൻ ഉഗ്രസേനല്ലേ. അപ്പം അവിടെ രക്ഷിക്കേണ്ട കുടുംബമല്ലേ, നമ്മളെയൊക്കെ രക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഉള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ട് പോയാൽ എന്ത് പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ, എന്ത് ചെയ്യാനാ? ഇങ്ങനെയെല്ലാം അങ്ങ് പറഞ്ഞുണ്ടാക്കുക, രഹസ്യത്തിൽ പറയുക, അത് പരസ്യമായി. അതായത് രക്ഷിച്ച് പുലർത്തേണ്ട ആളുകൾ. ഇപ്പം കൃഷ്ണനും അവിടുത്തെ യദുകുലത്തിലെ എല്ലാവരും പ്രജകളെ രക്ഷിക്കേണ്ടുന്നവരാണ്. അവർ മുതിർന്നിട്ട് ഇങ്ങനെ ശിക്ഷിച്ചു തുടങ്ങിയാൽ, ഇങ്ങനെ അനുജനെയും കൊന്ന് മണിയും കൈക്കലാക്കി ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എന്തോന്ന് പറയാനാ, എന്ത് ചെയ്യൂ എന്നവനങ്ങ് പറഞ്ഞു ദുഷ്ടൻ. ഇങ്ങനെ ഇരിക്കുന്ന രാജ്യത്ത് വസിക്കയിൽ മംഗളമനെ മൃതി എന്നത് ഏവർക്കും പാർത്താൽ. ഇങ്ങനെയുള്ള ഈ രാജ്യത്ത് എങ്ങനെ വസിച്ചാലോ എല്ലാവർക്കും മൃതി വരും. എൻ്റെ അനുജൻ പോയതുപോലെ ധനവും പോവും, മണിയും പോവും, പിന്നെ ജീവനും നഷ്ടപ്പെടും. മൃതി എന്നതേ വരും. അവനങ്ങ് തീരുമാനിച്ചു. ഭഗവാൻ തന്നെ കൊന്നു, ഭഗവാൻ തന്നെ മോഷ്ടിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള രക്ഷിക്കേണ്ട ജനങ്ങൾ, രക്ഷിക്കേണ്ട പ്രധാനികൾ ഈ പ്രജകളെ ഇങ്ങനെ കൊന്ന് ധനം മോഷ്ടിച്ചാൽ പിന്നെ ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും? പിന്നെ എല്ലാവരും ഇങ്ങനെ മരിക്കേണ്ടി വരുമല്ലോ. മംഗളം ഇങ്ങനെ ഇരിക്കുന്ന രാജ്യത്ത് വസിക്കയിൽ മംഗളമിനി മൃതി. ഇപ്പം മംഗളമായിട്ടല്ല വരുന്നതിൻ്റെ മൃതിയാണ്, മരണമാണ് വരുന്നത്. പാർത്താൽ ഇത്തരം ഓരോ തരം ശങ്കായുക്തങ്ങൾ ചേർത്ത് ചിത്തസന്ദേഹാൽ ഏകകർണത്തിൽ സത്രാജിതൻ ഒരേ ഒരു ചെവിയിലേ പറഞ്ഞുള്ളൂ. രഹസ്യമായി അവൻ്റെ വീട്ടിൽ ചെന്ന് രഹസ്യമായി പറഞ്ഞ ഒരു കാര്യം അതാണ് ചിത്തസന്ദേഹം. അവൻ്റെ ചിത്തത്തിലെ സംശയം ഏകകർണത്തിൽ, ഒരേ ചെവിയിൽ, കർണം ചെവി, ഒന്ന് ഒരു ചെവിയിൽ സത്രാജിതൻ പറഞ്ഞത് ചൊല്ലിനാനത്. പിന്നെ എന്ത് ചെയ്ത് മറ്റേവനോടെല്ലാം ഇതുപോലെ. അപ്പം ആ കേട്ടവൻ മറ്റവനോട് പറഞ്ഞു, മറ്റവനോട്, അങ്ങനെ ഇങ്ങനെ പോയി ഓരോരുത്തരുടെ മറ്റവനോട് മെന്നും മറ്റവനോട് ഇങ്ങനെ വീണ്ടും അവൻ മറ്റവനോട് പിന്നും മറ്റവനോട് ഇങ്ങനെ മറ്റ് ചെവികളെല്ലാം അങ്ങ്. ഇന്ന് എന്നോടൊരു കാര്യം രഹസ്യം പറയും, ഞാൻ എൻ്റെ വീട്ടിലെ വേർത്തനോട് പറയും, അവൻ വേർത്തനോട് പറയും. ഇങ്ങനെ പറഞ്ഞ് എന്ത് വന്നു ചൊല്ലിനാനത്. പിന്നെ മറ്റവനോടെല്ലാം എല്ലായിടും ഇതുപോലെ പരന്നിത് അപവാദം. രഹസ്യമായി ഒരു വീട്ടിലൊരു കാര്യം ഒരാളോട് പറഞ്ഞു, രഹസ്യമായി ഇരിക്കണമെന്നും പറഞ്ഞു. കാരണം പുറത്ത് പറ്റാൻ വയ്യാത്തൊരവസ്ഥ. കേട്ടവൻ വീട്ടിൽ നിന്ന ഭാര്യയോ ആരെയും കേട്ട് അയാൾ മറ്റവനോട് പറഞ്ഞു. മറ്റവൻ പിന്നെ വേറൊരുത്തനോട് പറഞ്ഞു. അതാണ് മറ്റവൻ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും മറ്റവൻ. അങ്ങനെ പോയി എന്ത് വന്ന് എല്ലായിടും ഇതുപോലെ പരന്നിത് അപവാദം. ആരുമേ ബഹിർഭാഗെ കണ്ടാൽ മിണ്ടുകയില്ല. അത് കാരണം എല്ലാവരും അങ്ങ് അറിഞ്ഞപ്പോൾ പിന്നെ ഭഗവാനെ കണ്ട ആരും മിണ്ടത്തില്ല. എല്ലാവരും അങ്ങ് അറിഞ്ഞു. ഈ ദുഷ്ടൻ്റെ അനുജൻ പ്രസന്നനെയും കൊന്ന് മണിയും എടുത്തുകൊണ്ട് പോയെന്ന് ജനങ്ങളെല്ലാം അപവാദം പറഞ്ഞു പരത്തി. അവസാനം ഭഗവാനെ കണ്ട ആരും മിണ്ടത്തില്ല. ആ കുടുംബത്തോടേ മിണ്ടത്തില്ല. ചാരത്തും കോണതിലും വിസ്താരമായി നീളെ അടുത്ത് കോണതിലും ഓരോരോ മുക്കിലും മൂലയിലും വിസ്താരമായി പിന്നങ്ങ് നീളെ അങ്ങായി. എന്നിട്ടോ ചൈതന്യ സ്വരൂപനായിടുന്ന മുകുന്ദനും ചേതസി വിചാരിച്ചങ്ങറിഞ്ഞാൻ അവസ്ഥകൾ. ഭഗവാൻ എന്ത് ചെയ്തു? എല്ലായിടവും അറിഞ്ഞപ്പോൾ ഇത് ഭഗവാന്റെ ചെവിയിലും എത്തി. ചൈതന്യ സ്വരൂപനായിടുന്ന ഭഗവാൻ മുകുന്ദൻ്റെ ചേതസി മനസ്സിൽ വിചാരിച്ച് അങ്ങ് അറിഞ്ഞാൻ അവസരം. ഭഗവാന്റെ ഉള്ളത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി. കാരണം സിദ്ധിയുള്ളവർക്ക് കുറേയൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് മിണ്ടാത്തതെന്ന് ചിന്തിക്കും. ജനങ്ങളെല്ലാം പൂച്ചം ഭഗവാനെ കാണുമ്പം മാറി തിരി നിൽക്കുന്നു, മിണ്ടുന്നില്ല. അപ്പോൾ ഭഗവാൻ ഉള്ള കൊണ്ട് ചിന്തിച്ചപ്പോൾ ഭഗവാന് മനസ്സിലായി ഇതാണ് സംഭവം. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം. സമയം ഒരുപാട് പോയി. ഞാനിങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് അതിലോട്ട് ഇഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നെ ഒന്നും ഓർമ്മ വരത്തില്ല. അതുകൊണ്ട് മക്കളെ, ഇത് എനിക്കിപ്പോൾ എല്ലാവരും കേൾക്കണത്. എൻ്റെ ഭക്ത മക്കൾ എത്രത്തോളം ഉണ്ടോ? 1000 ഉണ്ടോ? അതേ 10 ഉള്ളോ? 1 ഉള്ളോ?
സന്തോഷം. പക്ഷേ ഒന്നായാലും എൻ്റെ ഉള്ളത് ഒരു LKG UKG അത് സന്തോഷകരമായി കേൾക്കാം. അത് 60 മിനിറ്റെങ്കിൽ അങ്ങനെ. അത് മക്കളെ ഇന്ന് കേട്ടാലും ബാക്കി അവിടെ കിടക്കും, നാളെ ബാക്കി കാണാം. അങ്ങനെ വിഷമിക്കണ്ട. ഇന്ന് തന്നെ തീർത്ത് കൊടുക്കണമെന്നില്ല. നമുക്ക് ഇന്ന് പറ്റിയില്ലയോ അവിടെ നിർത്തി വെച്ചാൽ ആ ഭാഗം എടുക്കാൻ പഠിച്ചു വെക്കണം. അത് നമ്മൾ പിന്നെ എടുക്കാൻ പറ്റും. നമ്മുടെ അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കും അവിടെ. അത് എങ്ങനെയാണ്ടുണ്ട്. ഞാൻ അങ്ങനെ എടുക്കും. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ കണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളത് കേൾക്കും. അതെനിക്ക് അപ്പോഴും സമയമില്ല. ഞാൻ അവിടെ കട്ടാക്കിയിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും നോക്കിയിട്ട് പിന്നെ നാളെയോ എപ്പോഴും സൗകര്യം വരും ഇവിടെ കാണും. ഇഷ്ടമല്ലാത്തത് കാണത്തുമില്ല. ചിലതെനിക്ക് ഇഷ്ടം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാ. ഇന്ന് ബുദ്ധിമുട്ടി ഇത്രയും മിനിറ്റ് എടുക്കണമെന്നില്ല. ഒക്കുന്നവർക്ക് എടുക്കുക, ബാക്കി പിറ്റേന്ന് എടുക്കുക. എങ്ങനെയായാലും നമുക്കിപ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. കേൾക്കുന്ന മക്കൾ അത് മനസ്സിലാക്കണം. അതെൻ്റെ ഭഗവാന്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിലല്ല പറയുന്നത്. എൻ്റെ ഭഗവാൻ അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.